سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحمد بالحمد والحادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. ആരും എണീറ്റ് വരരുത്, ആരും എണീറ്റ് വരരുത്. ഇങ്ങോട്ട് വരും, തങ്ങൾക്ക് വരും, തങ്ങൾക്ക് വരും, ഇങ്ങോട്ട് പോരെ. അമ്മ അതിലമ്മ, അതിലമ്മ ആലോചിക്കാൻ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുന്നേറ്റ് നിന്ന് എല്ലാവർക്കും അല്ലാഹു ശക്തി നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ, ആരോഗ്യം അല്ലാഹു നൽകട്ടെ. ഈ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരമക്കളെ കണ്ടപ്പോ എഴുന്നേറ്റ് നിന്നവരാണ്. അക്കാലം അല്ലാഹു ശക്തി നൽകട്ടെ. ഒരുപാട് പേര് തളർന്ന് കിടക്കുന്നവരുണ്ട്. അല്ലാഹു ഒരു മൂലയിൽ കിടന്ന് നമ്മളെ കാഷ്ടവും നമ്മളെ മൂത്രവും മറ്റൊരാൾ എടുക്കേണ്ട ഒരു അവസ്ഥ റബ്ബ് തരാതിരിക്കട്ടെ. സന്തോഷം അല്ലാഹു നൽകട്ടെ. കുടിക്കുന്ന മരുന്നിൽ അല്ലാഹു ശിഫ നൽകട്ടെ. ഇരിക്കും ഇഞ്ഞിരിക്കും, അതാണ് മര്യാദ. അല്ലാഹു ചായ കുടിച്ചോള്. മലയാളത്തിൽ വശം പോരാ തോന്നുന്നുണ്ടല്ലേ? ചായ കുടിച്ചോ? ഇവിടുന്ന് കുടിച്ചോ? നിങ്ങൾ കുടിച്ചോ? ചായ കുടിച്ചോ? എന്റെ കടി എല്ലാ സങ്കടങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ, രോഗങ്ങളെ തരാതിരിക്കട്ടെ. നമ്മള് കൂട്ടത്തില് ഒരു കാക്കണ്ട്. ഇന്ന് രാവിലെ നേരം വിട്ടപ്പോ 2 സ്വർണ്ണ മോതിരം നമുക്ക് സമ്മാനിച്ചു. 22 വയസ്സായ പെണ്ണുമോള് 2 മാസം വരെ ഒരു കുഴപ്പമില്ല, ഗവൺമെന്റിലെ ജോലി കിട്ടി. പെട്ടെന്നൊരു പനി വന്നു, ഉറ്റുമാരെ കാണിച്ചപ്പോ ന്യൂമോണിയ വന്നു. സുബ്ഹാനല്ലാഹ്, ജീവിതം സ്വപ്നം കണ്ട പെണ്ണുമോള് പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ വെച്ച് മരണപ്പെട്ടു. 22 വയസ്സ് പ്രായമാണ്. വിശാലമാക്കി കൊടുക്കണല്ല. നമ്മളെ കൂട്ടത്തിൽ ഇത്തിരി ആൾക്കാരുണ്ട്. ഇതിലാരാണ് ഫസ്റ്റ് മരിക്കാന്ന് പറയാൻ പറ്റൂല. വലിയ മാരകമായ രോഗങ്ങൾ തന്ന് ഞങ്ങളെ പരീക്ഷിക്കില്ല. ഇത്ര സമയം ഈ വീടിന്റെ മുറ്റത്ത് ചെലവഴിച്ചവരാണ്. ആഫിയത്ത് നൽകണമല്ല. ആ 2 മോതിരം എത്തി മക്കൾക്ക് സമ്മാനിച്ചവരാണ്. ഖബറിൽ കടന്നുകൊണ്ട് റഹ്മത്തിന്റെ മാലാഖമാരെ അകമ്പടിയോടുകൂടി സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലാൻ ആ പുണ്യമോൾക്ക് ഭാഗ്യം നൽകണേയല്ല. പെട്ടെന്നുള്ള മരണങ്ങൾ തരില്ല റബ്ബേ. വാപ്പ ഗൾഫിൽ ജയിലിലാണ്. മരിക്കുന്നതിന്റെ മുന്നേ പുണ്യമോൾക്ക് വാപ്പാനെ കാണാൻ ഒരുപാട് മോഹമുണ്ടായിരുന്നു. എന്താ ചെയ്യാം? അല്ലാഹു ഈ കൂട്ടത്തിൽ ആർക്കൊക്കെയാണോ മാരകമായ രോഗത്തിന്റെ വൈറസുകള് ഉണ്ടെങ്കിൽ, ആർക്കാണോ അല്ലാഹു പെട്ടെന്നുള്ള മരണങ്ങളൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ, ഈ വീടിന്റെ മുറ്റത്ത് ചെലവഴിച്ചതിന്റെ കാരണം കൊണ്ട് അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. ആ പുണ്യമോളെ ഖബറിലേക്ക് അല്ലാഹു റഹ്മത്തിന്റെ മലക്കിനിറക്കി കൊടുക്കട്ടെ. വാപ്പ ജയിലാണ്. ഇത്തരവസ്ഥ വരുത്തില്ല റബ്ബേ. നാളെ സുഖലോക സ്വർഗത്തില് പാപ്പാന്റെ കൂടെ സ്വർഗം പങ്കിടാ. ആ പെണ്ണുമോൾക്ക് അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഇത്ര ആഗ്രഹം ഉണ്ടാകും. ഒരു കല്യാണം അല്ലെ, ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിന്റെ കൂടെ സന്തോഷത്തോടെ കഴിയാൻ ഇന്നത്തെ അവസ്ഥ നമുക്കൊന്നും തരാതെ കേട്ടോ. അല്ലാഹു കാക്കട്ടെ. എന്റെ പേരക്കുട്ടി എന്താ ചെയ്യാൻ? മരണം അടുത്താൽ